എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് കാബേജ് മൊരിച്ചത്. അടിപൊളി ടേസ്റ്റാണ് ഈ തോരന്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. 1 കിലോ കാബേജ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് അളവിന് തേങ്ങ, 1 സവാള ഉള്ളി, ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാബേജ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലൊരു ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അന്നേരം ഒരേപോലെ നമുക്ക് കിട്ടും. അരിയാണെങ്കിൽ ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ചോപ്പറിലെല്ലാം ഗ്രേറ്റ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തേങ്ങയും ഇതേപോലൊന്ന് ചോപ്പറിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാമേ. നിങ്ങളിപ്പോൾ മിക്സിയുടെ ജാറിലാണ് എടുക്കുന്നതെങ്കിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് തേങ്ങ അരഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം വേണം ഈ തോരൻ വയ്ക്കാനായിട്ട് എടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളിയ. അതുപോലെ ഒരു പാത്രം വേണം എടുക്കാനായിട്ട്. ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിന് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടിയത് 1 ടേബിൾ സ്പൂൺ അളവിന് ഉഴുന്നാണ് വേണ്ടിയത്. ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തു. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കാബേജ് അങ്ങ് ഇട്ട് കൊടുക്കാം. കാബേജ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഈ സമയം അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒന്ന് ഫ്രൈ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്തില്ലായിരുന്നു. 1/2 ടീസ്പൂൺ അളവിന് ഉപ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് അല്ലെങ്കിൽ ഉപ്പില്ല എങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പരുവമാകുമ്പോൾ വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ അളവിന് മുളക് പൊടി, ഇനിയും 1/2 ടീസ്പൂൺ അളവിന് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചച്ചുവ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇല്ലേ, അത് ഈ ഒരു പരുവത്തിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു പരുവം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നേരത്തെ ചേർത്ത് കൊടുക്കത്തില്ല, ഈ ഒരു പരുവത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാമേ. ഈ തേങ്ങയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കാബേജ് മുറിച്ചത് ഇവിടെ റെഡിയായി കിട്ടും. എല്ലാവരും ഈ വർഷത്തെ ഓണത്തിന് ഈ തോരനൊന്ന് റെഡിയാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് കമൻസ് ഇടണം. ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം ഇനി ഒരു 10-15 മിനിറ്റും കൂടെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാബേജ് മുരിച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം കാണാം.